വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് നോക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഏത് രീതിയിലാണ് വർക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നോക്കാം. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ടാണ് മാർക്കറ്റ് വന്നത്. പക്ഷേ നമ്മൾ എക്സാക്റ്റ് മാർക്ക് ചെയ്തിരുന്ന 22,696 റെസിസ്റ്റൻസ് എടുക്കുകയും ഒന്ന് താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും അതിനകത്ത് കുറച്ച് നേരം ഒന്ന് രണ്ട് ക്യാൻഡിൽ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും അത് അധികം ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാതെ കൺസോൾട്ടേഷൻ രീതിയിലാണ് കുറേ നേരത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. ഈ ഒരു ഏരിയക്കകത്ത് തന്നെയായിരുന്നു കംപ്ലീറ്റ് ഏകദേശം ഒരു 2.50 വരെ ഒരു 1.50 വരെ ഏകദേശം ആ ഒരു ഏരിയക്കകത്താണ് 22,774 22,696 ഇടയിലാണ് മൂവ് ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം ആ ഒരു ലൈനിനകത്തിന് വീണ്ടും സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് വീണ്ടും ആ ഒരു ഏരിയ അത് മൂവ് ചെയ്തിരുന്നത്. പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ലോവർ ഹൈ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളായിട്ട് വന്ന് പിന്നെ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ മാർക്കറ്റ് ചെയ്തിരുന്നത് 22,774 കുറച്ച് നേരം കൺസോൾട്ടേഷൻ എടുക്കുകയും അതിനുശേഷം കുറച്ച് നേരം കൺസോൾട്ടേഷൻ എടുത്തതിന് ശേഷമാണ് ആ മാർക്കറ്റ് താഴേക്ക് വീണിരിക്കുന്നത്. താഴേക്ക് വീണ ആ ഒരു സംഭവത്തിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരു കേസ് കൂടി നമുക്ക് കാണാം. ആ വീഴ്ചയിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്ന കുറച്ച് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു. ആ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആ ട്രെൻഡ് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ എക്സാക്റ്റ് അതിനകത്ത് തന്നെ ആ ഒരു ട്രെൻഡ് ലൈനകത്ത് തന്നെ സപ്പോർട്ട്, ആ വീഴ്ചയിലും ആ ട്രെൻഡ് ലൈനകത്ത് തന്നെ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു PE എൻട്രി കൺസിഡർ ചെയ്യായിരുന്നു. 200 EMA തൊട്ട് താഴെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും 200 EMA വലിയ രീതിയിൽ ചെയ്തിട്ടില്ല. അതിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന 22,696 നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ഒരു സപ്പോർട്ട് ലൈൻ ആയിരുന്നു. അതിനകത്ത് സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് വീണ്ടും താഴേക്ക് പോകുന്നിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്ന അതിനകത്ത് സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് വീണ്ടും താഴേക്ക് പോകുന്നിരിക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത് തൊട്ട് താഴെ നമ്മൾ വരച്ചിരുന്ന 22,622 അതൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ലൈനാണ്. അതിനകത്തും സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ആ സാധനം കുറച്ചുകൂടി താഴേക്ക് വന്ന് സ്റ്റോപ്പ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചിരിക്കുന്ന എല്ലാ ലൈൻസിനെയും എല്ലാ റെസിസ്റ്റൻസും സപ്പോർട്ടും എല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ട്രെൻഡ് ലൈൻ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം നമ്മൾ വരച്ചിരുന്ന ട്രെൻഡ് ലൈൻ അടിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അതിനും ഫോളോ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് മുന്നോട്ട് ഈവനിങ്ങിൽ അതിനകത്തും സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കകത്ത് കഴിഞ്ഞ ദിവസം 30-ാം തീയതി കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് ഡേയിലും ഇതുപോലെ ചെറിയ രീതിയിൽ അതായത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചിരിക്കുന്നത് 49,466 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. കുറേ നേരം കഴിഞ്ഞ് ആ ഒരു ലൈനിനകത്ത് തന്നെ കൺസോൾട്ടേഷൻ വരികയും ചെയ്തു. ഇത്രയും നേരം കൺസോൾട്ടേഷൻ അതിനകത്ത് വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പോയത്. പക്ഷേ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിലേക്കുള്ള സംഭവം നോക്കുകയാണെന്ന് വെച്ചാൽ മുകളിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഏകദേശം ഈ ഒരു ക്യാൻഡിൽ വരെ ഏകദേശം 1.54 അതുവരെയുള്ള അത്രയും നേരത്തെ മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇതാക്കുന്നത്. പക്ഷേ അതും ഒരു താഴേക്ക് ഒരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആയിരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. എല്ലാ ക്യാൻഡിലും താഴേക്ക് വരുന്നതിനകത്ത് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത്. റെസിസ്റ്റൻസ് എടുക്കുന്ന ആൾമോസ്റ്റ് എല്ലാ വോളിയം വരുന്ന എല്ലാ ക്യാൻഡിലുകളും വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിരിക്കുന്നത് 49,466 ഇരിക്കുന്നത്. അത് ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് കഴിഞ്ഞ ദിവസം തന്നെ ഇത്രയും നേരം ആദ്യത്തെ ഒരു അരമണിക്കൂറോളം ആ ഒരു ലൈനിൽ കൺസോൾട്ടേഷൻ വന്നതിന് ശേഷമാണ് മുകളിലേക്ക് കയറുകയും ആ ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് താഴേക്ക് വരികയും അതിനുശേഷം ഇത്രയും ഏരിയകളിനകത്ത് സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റിൽ നിന്ന് കുറച്ച് നേരം മുകളിലേക്ക് പോയത്. പേഴ്സണലി ഞാനൊരു PE എൻട്രി ആയിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് താഴത്തേക്കായിരുന്നു പോയിരുന്നത്. പക്ഷേ ആസ് യൂഷ്വൽ മാർക്കറ്റിനകത്ത് ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു റാലി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു PE എക്സ്പെക്റ്റ് ചെയ്തിരുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ്, കാരണം ഇതിനകത്തൊക്കെ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ PE പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും മാർക്കറ്റ് മുകളിലേക്ക് കയറിയ ശേഷം ഏകദേശം ഇവിടെ വെച്ചിട്ടാണ് ഏകദേശം ഒരു 733 പോയിൻറ്റോളം താഴേക്ക് വീണിരിക്കുന്നത്. ഓക്കെ, താഴത്തേക്ക് വീണിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച് താഴത്തേക്ക് വീഴുന്ന സമയത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ട്രെൻഡ് ലൈനകത്തും കൂടാതെ നമ്മൾ വരച്ചിരിക്കുന്ന 49,466 അവിടെയും സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് താഴേക്ക് പോകുന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി കാണാം. ഇന്നലെ ഏകദേശം രാവിലെ മുതൽ ഈവനിങ് വരെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിനകത്ത് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്.
ഇനി നാളത്തേക്കുള്ള സംഭവം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ഇപ്പം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 49,975 ഓൾ ടൈം ക്രിയേറ്റ് ചെയ്തു. നിഫ്റ്റിയുടെ കേസിലാണെന്ന് വെച്ചാൽ നിഫ്റ്റി മുൻപുണ്ടായിരുന്ന ഓൾ ടൈം ഹൈ വളരെ ചെറിയ രീതിയിൽ ഒരു വലിയ മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിക്കകത്ത് വന്ന രീതിയിലില്ലെങ്കിലും വളരെ ചെറിയ രീതിയിലൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്നലെ താഴേക്ക് വീണിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലെവൽസുകൾ തന്നെയാണ് കാര്യമായിട്ടുള്ളത്. കാരണം നാളെ ക്ലോസിംഗ് ആയതുകൊണ്ട് വൺ സെക്കൻഡ്, നാളെ വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അധികം രാവിലത്തെ സെക്ഷനകത്ത് അധികം മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും മൂവ്മെൻറ്റ് താഴേക്ക് 22,700 ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത. 22,700 22,500 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് കോൾ റേറ്റേഴ്സും പുട്ട് റേറ്റേഴ്സും കൂടുതലുള്ള ഏരിയയാണ്. അപ്പോൾ അധികം ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ സെക്കൻഡ് സെഷനകത്ത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എന്തെങ്കിലും മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു നമ്മൾ ഫിബ് റീട്രേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ആ ഒരു ലോയും ഹൈയും നോക്കുകയാണെങ്കിൽ നമുക്കൊരു പർച്ചേസ് ചെയ്യാൻ സാധിച്ച 0.5 വരുന്നത് ഏകദേശം 22,676. അതിനകത്താണ് 0.5 വരുന്നത്. 0.5ൻ്റെ മുകളിലേക്ക്, അതായത് അതിൻ്റെ മുകളിലേക്ക് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ആയെങ്കിൽ മാത്രമേ ഒരു എൻട്രി എന്നുള്ള രീതിയിലേക്ക് പോവുള്ളൂ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ കുറച്ച് നേരം വന്നിട്ട് 0.236 വന്നതിന് ശേഷം ഒന്നും കൂടി താഴത്തേക്ക് പോയിട്ട് 22,500 വരെ താഴത്തേക്ക് പോകുന്ന രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എൻട്രിയുടെ സംഗതി വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു റിട്ടേൺ ഒരു ക്യാൻഡിലിനകത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി ആയിരിക്കും പേഴ്സണലി ഞാൻ പർച്ചേസ് ചെയ്യാം. നമുക്ക് താഴേക്ക് വരുന്ന സമയത്തുള്ള സപ്പോർട്ട് സോണുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാമെന്ന്. ഇതൊരു സപ്പോർട്ട് സോണായിട്ട് വയ്ക്കുന്ന കുറേ ഏരിയ നമുക്കിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. കുറേ ഈ ഒരു വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിളിനകത്ത് കുറേ നേരം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കണം, സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിരിക്കണം. 1 2 3 4 5 6 7 8 കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനകത്ത് തന്നെ ഈ ഒരു സംഭവത്തിനകത്ത് ഏകദേശം 8ഓളം തവണ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് പോയിരിക്കുന്നതാണ്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിക്കകത്താണ്. ഇതിന് താഴേക്ക് വരികയാണെങ്കിൽ 22,550 താഴത്തേക്ക് വരികയാണെങ്കിൽ ഒരു എൻട്രിക്ക് ആയിരിക്കും കൺസിഡർ ചെയ്യുക. സി എന്നുള്ള രീതിയിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ 22,675 മുകളിലേക്ക് പോകുകയാണെങ്കിലായിരിക്കും നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 1,500 പോയിൻറ്റ് മുകളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് റാലി നടന്നിട്ടുണ്ട്. സോ കുറച്ചുകൂടി ഒരു റീടെസ്റ്റ് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രതീക്ഷ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 50,000 താഴെയാണ് ഒരു സെൻറ്റിമെൻ്റൽ ഏരിയ ആയിട്ടുള്ള 50,000 താഴെയാണ് മാർക്കറ്റ് ഇന്നലെ വന്നിരുന്നത്. 49,975 വരെ ആയിരിക്കും വന്നിരുന്നത്. സോ 50,000 മുകളിലേക്കൊന്ന് കയറിയ ശേഷമായിരിക്കും താഴത്തേക്കൊരു റീടെസ്റ്റ് വരിക എന്നത്. അത് നാളെ തന്നെ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. നാളെ നിഫ്റ്റി ക്ലോസിംഗ് ആയതുകൊണ്ട് അധികം മൂവ്മെൻ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബാങ്ക് നിഫ്റ്റിക്കകത്തും അധികം മൂവ്മെൻ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ തൊട്ട് താഴെ നമ്മളൊരു 15 മിനിറ്റ്സ് സ്കാനിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ $48,721 ആ ഒരു ഏരിയ വരെ $49,144 ഇതുവരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ താഴേക്ക് വരാനുള്ള സംഭവം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് വരുന്ന സംഭവങ്ങൾ ഒരു 3 മിനിറ്റ് ക്യാൻഡലിനകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇവിടെ വന്നതിന് ശേഷം ഇതിനകത്ത് വന്നതിന് ശേഷം കുറച്ചൊന്ന് കൺസോൾട്ടേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം
നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ വരെ എത്തുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് 49,290 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റ് എത്തുമെന്നുള്ള രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ രീതിയിലായിരിക്കും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ, സി എൻട്രി കിട്ടുകയാണെങ്കിൽ, കൺസോൾട്ടേഷൻ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സി എൻട്രി ആയിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുക. ഇതിന് താഴേക്ക് വരുന്ന രീതിയിൽ മാത്രമേ അതിനനുസരിച്ച് പി ഇയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ. പി ഇയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന 48,721, 48,679 അതൊക്കെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനകത്തേക്ക് നമുക്ക് പി ഇയുടെ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ഓക്കെ.